മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾ, 17 മുതൽ അവസാന വാക്യം വരെ നാം ഇന്ന് പകൽ വായിച്ചും അതിൽ ചിന്തിച്ചും ഭാഗം നാം കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 12-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ദയവായി വായിക്കുമോ? Acts chapter 12 verses 17 onwards. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി കർത്താവിനെ ഒന്നുകൂടെ സ്തോത്രം ചെയ്യുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച പത്രോസ് കൂടി വന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളുടെ അടുത്തേക്ക് വരുന്ന രംഗം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിപ്പാനായിട്ടിടയായി. We have already thought about the scene where Peter was in the jail and then he was taken outside and he was delivered and he came to the people of God who was praying for him. കഴിഞ്ഞ ദിവസം വായിച്ചതും സംസാരിച്ചതുമായ ഭാഗത്തേക്ക് കടപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളെല്ലാവരും വളരെ അനുഗ്രഹത്തോടെ ഈ വാക്യങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. I believe that you have all gone through this passage and you have good idea about what has happened till now. ഇവിടെ വായിച്ച വേദഭാഗത്ത് ഇങ്ങനെ പറയുന്നു, പത്രോസ് അവരുടെ അടുത്ത് വന്നിട്ട് അവരോട് ആംഗ്യം കാണിച്ചിട്ട് മിണ്ടാതിരിപ്പാനായിട്ട് അവരോട് പറയുകയാണ്. And here we see that Peter he goes to them and he motions to them saying that they should not speak any further. ഒരു വാക്ക് പോലും പ്രസ്താവിപ്പാൻ സംസാരിപ്പാൻ അനുവദിക്കാതെ താൻ വളരെ വേഗത്തിൽ അവരെ നിശബ്ദരാക്കുകയാണ്. And then he requests them to be silent and he does not want them to talk about what has happened. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു കൂട്ടർ പിന്നീട് താൻ ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് തന്നെ അകത്ത് കയറ്റിയ ഒരു ചരിത്രം നമുക്കവിടെ പഠിക്കുവാനായിട്ട്. We already discussed about a story, the history in which these people who were praying for his deliverance, when he came to their front, they were not able to recognize him. എന്തുകൊണ്ടാണ് പത്രോസിനോട് മിണ്ടാതിരിപ്പാനായിട്ട് അവൻ ആംഗ്യം കാണിപ്പാനായിട്ടിടയായി? And why is it that he motioned them not to keep silent? അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്കറിയാമല്ലോ, പത്രോസ് ജയിൽ ചാടിയ പുള്ളിയെ പോലെ പുറത്തു വന്നിരിക്കുകയാണ്. And now we know that Peter has been rescued and now he is out. ഒരു സെക്യൂരിറ്റി ഒരു ഇഷ്യൂ അവിടെ ഉള്ളത് കൊണ്ട് താൻ മിണ്ടാതിരിക്കാനായിരിക്കും ആംഗ്യം കാണിപ്പാനായിട്ടിടയായി. So probably there are security issues that would be there at that time, that is why he asked them to not talk about it. ഇനി ഒരു പ്രയാസത്തിലൂടെ പ്രശ്നത്തിലൂടെ താനോ ദൈവസഭയും കൂടെ കടന്നു പോകണ്ട എന്നുള്ള ഒരു മനോഭാവമായിരിക്കാം. So maybe he had the intention that the church itself should not go through another trial because of this. എന്നാൽ അടുത്ത വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാനായി കഴിയുന്നുണ്ട്, അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ പത്രോസ് പിന്നീട് അവരോട് തനിക്ക് ഉണ്ടായ സംഭവങ്ങളെ വിവരിച്ച് പറയുകയാണ്. But here we see that after Peter motions to them not to speak anymore, he declares about how the Lord delivered him out of the prison. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. And so he describes about how the Lord delivered him out of the prison. ആമേൻ. അങ്ങനെയെങ്കിൽ തന്റെ സാക്ഷ്യത്തെ താൻ അവിടെ പ്രസ്താവിക്കുകയാണ്. So here he is
proclaiming his testimony. ദൈവം തന്നെ വിടുവിച്ച ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് അവരോട് താൻ So വിശദീകരിക്കുക. he is talking about the ways in which the Lord delivered him. ഈ ജനത്തിനൊന്നും അറിയത്തില്ല, അവരാകപ്പാടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ So ചെയ്തിട്ടുള്ളൂ. we know that this group of people, they do not know what has happened. They are just still as astonished and they're just keeping on praying for him. പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക് അറിയത്തില്ല എന്താണ് എങ്ങനെയാണ് ദൈവം അവിടെ പ്രവർത്തിച്ചതെന്ന്. The people of God who prayed, they do not know how the Lord performed a miracle there പക്ഷെ for Peter. പത്രോസിന് അറിയാം പ്രാർത്ഥിച്ച ദൈവമക്കളുടെ പ്രാർത്ഥന കേട്ട ദൈവം എന്നെ എങ്ങനെ വിടുവിച്ചതെന്ന്. But Peter knows how he was delivered when the Lord heard the prayer of the people who prayed for അതുകൊണ്ട് him. പത്രോസ് തന്നെ ദൈവം വിടുവിച്ച വിധങ്ങളെ ആ ജനത്തോട് പ്രസ്താവിക്കുകയാണ്. And that is why Peter takes this opportunity to describe about how the Lord delivered him out of the ഞാൻ prison. ഇങ്ങനെ ചിന്തിപ്പാനിടയായി എങ്ങനെയായിരിക്കും പത്രോസ് അവരെ അത് വിവരിച്ച് പറയുന്നത്. I was imagining how Peter would have explained this situation. തടവിലാക്കിയ നിമിഷം മുതൽ വാതിൽ തുറന്നകത്ത് കയറി ദൈവമക്കളുടെ അടുത്ത് വരുന്ന വരെയുള്ള വിഷയങ്ങൾ താൻ അവരോട് പ്രസ്താവിച്ചു കാണും. He would have explained to them in an order from the time that he was imprisoned till the time he is in front of them. രണ്ട് ചങ്ങല ധരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് താൻ കൈ കാണിച്ചു കാണും. So he might have showed by action that I was bound in chains in both my എന്റെ രണ്ട് hands. വശത്തും രണ്ട് പടയാളികൾ ഉണ്ടായിരുന്നു. And he would have told them that there were soldiers next to me. വാതിലേക്ക് ഞാൻ നോക്കുമ്പോൾ വാതിൽ കാവൽക്കാരുണ്ടായിരുന്നു. And he would have said that when I looked into the front, I could see the door and there were guards that was guarding എനിക്ക് the ദൂരത്ത് നിന്ന് doors. കാണാമായ ഒരു ഒന്നാം വാതിലും രണ്ടാം വാതിലും കാണാൻ And പറ്റുമായി. he would say that afar I could see the first door and the second door. മറ്റൊരു ഇരുമ്പ് വലിയ ശക്തിയേറിയ ഒരു വാതിലും കൂടെ അങ്ങെങ്ങയോ ദൂരത്തുള്ളതായിട്ട് എനിക്കറിയാം. And he would have said that I also know that there is a big iron gate that is there that is far from this. ഇത്ര മാത്രം പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നു ഞാനായിരുന്നത്. So it was in this kind of a tribulation that I was in. എന്നാൽ അതിന്റെ നടുവിൽ കർത്താവിന്റെ ദൂതൻ വന്നത് ഞാൻ അറിഞ്ഞു. But I was able to feel the presence of the angel that came into my ഒരു adversity. വലിയ വെളിച്ചം എന്റെ അറയിൽ പ്രകാശിപ്പാനിടയാ. And there was a ray of light that fell upon me. ഒരു ദൂതൻ എന്റെ അടുത്ത് വന്ന് എന്റെ വിലാപ്പുറത്ത് കുത്തുന്നത് എനിക്ക് മനസ്സിലായി. And I was able to feel an angel that came next to me and was trying ആ to ദൂതൻ strike എന്നോട് പറഞ്ഞു me. വേഗം എഴുന്നേൽക്കാം. And that angel told me to arise quickly. ഞാൻ ആ സമയം വരെ നല്ല ഉറക്കത്തിലായിരുന്നു. Until then I was in good sleep. എന്നെ ഉണർത്തുകയാണ്. And now this angel is trying to awake me. ഞാൻ എഴുന്നേറ്റപ്പോൾ എന്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. And when I woke up, these chains were shed out of me. ദൂതൻ എന്നോട് പറഞ്ഞു അരകെട്ടാൻ പറഞ്ഞു. And the angel asked me to gird myself. ചെരുപ്പിടാൻ പറഞ്ഞു. The angel asked me to put on my വസ്ത്രം sandals. പുതയ്ക്കാൻ പറഞ്ഞു. And he asked me to put on my garments. എന്നിട്ട് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. And he asked me to follow him. ഞാൻ ദൂതന്റെ പുറകെ പോയി. And I followed the angel. ഞാനൊരു സ്വപ്നം കാണുന്നവനെ പോലെ ദർശനം കാണുന്നവനെ പോലെ ഞാൻ അവന്റെ പുറകെ പോവുകയാ. And I was in a state of a dream and I was in a state of vision when I was following the angel. ഞാൻ കണ്ട ഒന്നാം വാതിൽ തുറക്കുന്നത് ഞാൻ കണ്ടു. I saw that the first gate opened in front of me. ഞാൻ നോക്കിയപ്പോൾ ഞാൻ രണ്ടാം വാതിലിന്റെ പുറത്തു വന്നു. And the next gate also opened in front of me. ഞാൻ അടുത്ത് ചെന്നപ്പോൾ മൂന്നാം വാതിൽ ഞങ്ങൾ ആരും തുറക്കാതെ അത് സ്വതവേ തുറന്നുപോയി. And as we reached the third gate, we were able to see that gate also open in front of us. ഞങ്ങൾ പുറത്തിറങ്ങി. And we were able to escape. ദൂതൻ എന്നെ വിട്ടുപോയി. And then the angel was no more with me. എനിക്കൊരു കാര്യം മനസ്സിലായി. There is one thing I understood. ഇതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം There is ദൈവമക്കളുണ്ട്. a group of people who are behind me to pray for me. ഇതിന്റെ പിന്നിൽ ഉപവസിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. There was a group of people who prayed and who fasted for ഇതിന്റെ me. പിന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. There is a group of people who were behind and they were praying for me. എന്റെ weeping ഉള്ളിന്റെ and praying. ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു. And in my mind I said, പത്രോസേ നീ മാർക്കോസിന്റെ വീട്ടിൽ വരണം. Peter, you have to go to the house of Mark. അവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. There is a group of people who are ഞാൻ praying. അങ്ങനെ നിങ്ങളുടെ അടുക്കൽ And എത്തിച്ചേരുവാനിടയായി. that is how I am here in front of you യേശുവിന്റെ today. അധികാരമുള്ള In നാമത്തിൽ the name of the Lord Jesus. ഇന്ന് പകൽ നീ ആയിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ, In front of the tribulations that you are നീ in ആയിരിക്കുന്ന today. പ്രശ്നത്തിന്റെ നടുവിൽ In front of the trial you are in today. നിനക്ക് വിടുതൽ തന്നൊരു ദൂതനുണ്ട്. There is an angel that will give deliverance to നിനക്ക് ശക്തി you. തന്ന ഒരു ദൈവമുണ്ട്. There is a God that gives you the strength. നിന്നെ കരുതി കാത്ത ദൈവമുണ്ട്. There is a God who will
provide for you. എന്തുകൊണ്ടാ സാക്ഷ്യം പറയുന്നേ? Why do you testify? ഇവിടെ പ്രാർത്ഥിച്ച ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. Because there is a group of people who prayed for you. ദൈവസഭ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടമാണ്. Because the church of God is a group of people who prays to the Lord. അവിടെ വന്ന് ദൈവം വിടുവിച്ച വിടുതകളെ പറയണം. And there you have to testify the way in which the Lord delivered അതുകൊണ്ടുള്ള you. ഗുണം എന്തെന്നറിയാമോ? Do you know what is the advantage of it? ഒന്ന് ദൈവനാമം മഹത്വപ്പെടും. First is that the name of the Lord will be രണ്ട് glorified. പ്രാർത്ഥിക്കുന്നവർക്ക് എൻകറേജ്മെന്റ് ആകും. And then the people of God who praise, it is an encouragement for മൂന്ന് them. ദൈവം നിന്നെ വിടുവിച്ച വിധങ്ങൾക്ക് നീ നന്ദി പറയുന്ന അനുഭവമായി മാറും. And third is that you give thanks for the way in which the Lord delivered you. അതുകൊണ്ടാ സാക്ഷ്യത്തിന് നമ്മൾ സമയം വെച്ചേക്കുന്നേ. And that is why we give time for Praise the testimony. Lord. Amen. ജിം എഴുന്നേറ്റ് കൊണ്ട് തുഷാര എഴുന്നേറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ച് എഴുന്നേറ്റതല്ല. It is not. ജിം ബ്രദർ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞത് കൊണ്ട് തുഷാരയും കൂടെ എഴുന്നേറ്റില്ല എന്തോ വിചാരിക്കുമെന്ന് എഴുന്നേറ്റതല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രൈസ് ദി ലോർഡ്. ജിം എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. Jim brother testified. അതുകൊണ്ട് തുഷാരയും കൂടെ എഴുന്നേറ്റില്ലെങ്കിൽ ശരിയാകത്തില്ല അല്ലേ? അതുകൊണ്ട് അങ്ങ് എഴുന്നേറ്റൊന്നും അല്ല. So if Tushara Chichi doesn't say it is not good, it is not because of that she testified. നാട്ടിലൊക്കെ അങ്ങനെയാ സംഭവിക്കുന്നത്. That is how it happens in India. ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും പറയും. If so and so person has said, I will also മറിയ testify. കൊച്ചമ്മ അവിടെ സാക്ഷ്യം പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് തങ്ക കൊച്ചമ്മയ്ക്ക് കൂടെ പറഞ്ഞ? If this Amachi says, so will I. മനസ്സിലായി പറഞ്ഞേ? മൂന്ന് കാര്യം സാക്ഷ്യത്തിനകത്ത്. There are three reasons why we testify. ഒന്ന് ദൈവനാമം മഹത്വം എടുക്കും. First is that the name of the Lord will be glorified. പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക് പിന്നെയും പ്രാർത്ഥിക്കാൻ പ്രചോദനമായി. And next it is an inspiration for the people of God to pray again. മൂന്ന് The third point. ദൈവം വിടുവിച്ച വിടുതലിന് ദൈവസഭയ്ക്കകത്തൊരു നന്ദി പറയാൻ ഒരു അവസരമാണ്. And that is an opportunity for you to give thanks to the Lord who has delivered you from the situation. ഹൃദയത്തിനകത്ത് വെച്ചിട്ട് പോയ ഈ നന്ദിയൊക്കെ എവിടെ പോയി പറയാനാ? If you confine it to your heart, in your heart, when will you tell this thanks? ദൈവം ചെയ്ത സകല ഉപകാരത്തിന് നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. We all have to be thankful for the Lord for all the blessings He has done for എനിക്കൊരു us. സങ്കീർത്തനം വലിയ ഇഷ്ടമുള്ള സങ്കീർത്തനമുണ്ട്. There is a Psalms that I like. ഉള്ള സങ്കീർത്തനങ്ങളെല്ലാം നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ വാഴ്ത്തണം, നിങ്ങൾ നന്ദിയില്ലാത്തവരാകുന്നൊക്കെ പറയുന്ന സങ്കീർത്തനങ്ങളാ നിറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനം പറയുന്നത് എൻ മനമേ യഹോവേ വാഴ്ത്തുക. And there is a Psalms that says that lift up my soul. എൻ മനമേ യഹോവേ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തന്നെ നോക്കി ഒരു സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്. And here you see a psalmist who says that bless the Lord, O my soul, and forget not all His benefits. Praise the Lord. Amen. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകരുത്. We should not forget the blessings the Lord has done for us. Praise the Lord. Amen. പത്രോസ് നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. Peter is a great blessing for us. നമുക്കൊരു വലിയ മാതൃകയാണ്. And he is an example to us. എല്ലാം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമക്കളുടെ ഇടയിൽ വന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. If the Lord has delivered you, there is no problem in you testifying that in the midst അത് of the group. കേൾക്കുന്ന ദൈവമക്കൾക്ക് മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുവാനിടയാണ്. And that will be an inspiration for another believer to testify. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന് പിന്നെയും പ്രാർത്ഥിക്കാൻ അതൊരു പ്രചോദനം, എൻകറേജ്മെന്റ് ആയി മാറും. And it is also an inspiration for the children of God to pray again to the Lord. Praise the Lord. Amen. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി കർത്താവിന് സ്തോത്രം. I thank the Lord for all the blessed testimonies we hear. എന്നിട്ട് അവരോടൊരു കാര്യം കൂടെ പത്രോസ് പറഞ്ഞു. There is one more thing that Peter added. നിങ്ങൾ ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും ശിഷ്യന്മാരോടും ഇത് അറിയിക്കണം. You have to go and tell this to James and the brothers. ഇന്ന് കേട്ട സാക്ഷിയൊക്കെ ഇവിടെ വരാത്തവരോടൊക്കെ ഒന്ന് വല്ലപ്പോഴും പറയുന്നത് നല്ലതല്ലേ? It is always good to tell the testimonies who have not, to the people who are not here today. ഇന്നലെ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾപ്പാനിടയായി. Yesterday night also we were able to hear blessed testimonies. സ്വന്തം മാതാവിന്റെ മുമ്പിൽ ചില മിനിറ്റുകൾ മാത്രം കണ്ട മകൻ ഓടി വന്ന് CPR കൊടുത്തു കഴിയുമ്പോൾ മാതാവിന്റെ മുമ്പിൽ വെച്ച് മരിക്കുകയല്ലേ? We heard about a son who died in front of his mother. മാതാവ് വിവരം അറിഞ്ഞു ഓടിയെത്തി. ഫ്യൂ മിനിറ്റ്സേ കിട്ടിയുള്ളൂ. CPR ഒക്കെ കൊടുത്തു നോക്കി, പക്ഷേ മരിച്ചു. Even though the mother came to the son, she was not able to keep him alive. നമ്മുടെ തൊട്ടടുത്ത് ഈ കാൽഗറി പട്ടണത്തിനടുത്ത് നടന്ന സംഭവം. It happened in a place very near to Calgary. റോബർട്ടിന്റെ കൊളീക്കിന് ജീവിതത്തിൽ സംഭവിച്ച സംഭവമാണ്. This is what happened to Robert Brother's colleague. ഒരു മദർ അല്പ ദിവസമായുള്ളൂ മരിച്ചിട്ട്. His mother passed away a couple of days before. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ,
കർത്താവിൻ്റെ അത്ഭുത വിടുതലുകൾക്ക് നമ്മൾ എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. Children of God, how much we have to thank God for the wondrous ways in which the Lord has delivered us. സഭ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. If the church prays, the Lord will perform for us. ഷിബു കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിട്ടുണ്ട്. ഷാജി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ താൻ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ നടുവിൽ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന തന്നെ വിടുവിപ്പാൻ കഴിയുന്നത് തന്നെയാണ്. And we will continue to pray for Brother Shaji, and we are sure that if we pray, the Lord will deliver him from the situation that he is going through. അനീഷിനും എനിക്കും ഒക്കെ പരിചയമുള്ള ജോഷി എന്ന് പറയുന്ന സഹോദരൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് എന്തോ ആയിരങ്ങളിൽ ഒരാൾക്ക് സംഭവിക്കുന്ന രോഗമാണ്. And there is a brother whose name is Joshi, and his wife passed away through a rare disease. മിഷിഗണിൽ ഇന്നലെ ആ പ്രിയ സഹോദരിയുടെ ഫ്യൂണറൽ നടക്കുവാനിടയായി. And it was her funeral yesterday in Michigan. Praise the Lord. വൈദ്യശാസ്ത്രത്തിന് ഇതുവരെ അതിനൊരു മരുന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. And the medical sciences are not able to find a medicine for it until now. Praise God. Amen. Praise God. വളരെ ചെറുപ്പക്കാരൻ 3 കുഞ്ഞുങ്ങൾ തനിക്കുണ്ട്. And she's of a very young age and she has 3 children. Praise God. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ അത് ആ രോഗത്തെക്കുറിച്ച് പറയുന്നത് അതിങ്ങനെ ഫാമിലിയിൽ ഇങ്ങനെ അടുത്ത ജനറേഷനിലേക്ക് ഇതിങ്ങനെ പകർന്നു വരുന്ന ഒരു രോഗമാണെന്നാണ്. And it is said that this disease, it goes to the next generation as well. It is hereditary. പ്രാർത്ഥിച്ചാൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. And if you pray, we know that it will stop. ജോഷിയെ നിങ്ങൾക്കാർക്കും അറിയത്തില്ല, പക്ഷേ ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ആ തലമുറയെ ആ രോഗബന്ധനത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിടുവിപ്പാനിടയാ. Even though we do not know that brother, we can pray for his children and the Lord will deliver them. യാക്കോബിനോടും മറ്റ് സഹോദരന്മാരോടും കൂടി ഇത് പറയണം. You have to tell about this to James and all the other brothers. എന്താ പറയണ്ടേ? What do you have to tell them? യാക്കോബിനെ കൊന്നു, ഇനി പത്രോസിനെ കൊല്ലുമെന്ന് വിചാരിച്ച് ദൂരത്തായിരിക്കുന്ന മറ്റൊരു യാക്കോബും കുറെ സഹോദരന്മാരും അവിടെയുണ്ട്. There is a group of people along with James who has already known that the other James has already been killed and Peter is the next one in line. അവരോട് പറയണം. You have to go and tell them. യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവമെന്ന്. You should tell them that it is against the expectation of Jews and against the expectation of the king that our Lord will perform. ഈ ലോകം പദ്ധതി നിനക്കെതിരെ ഇടും. Maybe the world will make things against you. അധികാരികൾ നിനക്കെതിരെ പദ്ധതി ഇടും. Maybe the authorities will do things ശത്രുവായ against you. സാത്താൻ നിനക്കെതിരെ നിന്റെ തലമുറയ്ക്കെതിരെ പദ്ധതി ഇടും. Maybe the Satan wants to do things against us as well as our children. വിടുവിപ്പാൻ കഴിയുന്നവനാണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ദൈവം. But we have a God who delivers us, and that is the God that we serve. Hallelujah. Amen. Praise God. വേഗത്തിൽ പോവുകയാണ്. യാക്കോബ് സഭയുടെ ഒരു പ്രധാനപ്പെട്ട ലീഡറായി കാണുന്നുണ്ട്. And we know that this James is a prominent leader of the church. ഈ ചാപ്റ്ററിൽ തന്നെ 2 യാക്കോബുമാരുണ്ട്. There are 2 Jameses in this chapter. Praise the Lord. ചാപ്റ്റർ 15 ഈ യാക്കോബിനെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. We see this James also in chapter 15. നമുക്ക് പിന്നെ പത്രോസിനെ കാണുന്നതും ചാപ്റ്റർ 15. And we also see Peter next in chapter 15. ഒരു പ്രത്യേകത, ചിലപ്പോൾ നമുക്ക് പ്രയാസം തോന്നും, പിന്നെ പത്രോസിനെ നമുക്ക് ഈ അധ്യായത്തിൽ ഒന്നും കാണുന്നില്ല. But there is one thing that we would think that we do not see Peter anywhere else in the coming chapters. വലിയ പ്രയാസം തോന്നുന്നുണ്ടല്ലേ? There would be a sadness that we would feel. എനിക്കത് വായിച്ചപ്പോൾ വലിയ പ്രയാസം പോലെ തോന്നി. When I read it, I was sad. ഇത്ര ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ ചാപ്റ്റർ കൊണ്ട് തീർന്നു. How is that he is confined, that Peter is confined after being used mightily for the Lord until എത്ര now? ദിവസമായിട്ട് പീറ്ററിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. And we have been studying about Peter for how many days? പക്ഷെ പത്രോസ് ഈ ചാപ്റ്റർ കൊണ്ട് തൻ്റെ ശുശ്രൂഷ തീരുന്നതായിട്ട് കാണുന്നു. But here we see that Peter's ministry comes to an end with this chapter. ദൈവത്തോട് ചോദിച്ചു, എന്താ ദൈവമേ അങ്ങനൊരു ഒരു ഫിനിഷിംഗ് പോയിന്റ് ശരിയായില്ലല്ലോ. I asked the Lord, why is it that there was no correct finishing point for Peter? നാം വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. There is one thing that you have to think in
good depth. പത്രോസ് എവിടേക്ക് പോയി എന്ന് ആർക്കും അറിയത്തില്ല. We do not know where Peter was led to. നാം വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പിന്നെ പോയി എന്ന്. And we just read that he left the place and he went to another place. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, And this is the Peter who betrayed Jesus. മടങ്ങി വന്ന പത്രോസ്, And this Peter was able to come back to the Lord. യേശുവിന്റെ സാക്ഷിയാകാൻ സമർപ്പിക്കപ്പെട്ട പത്രോസ്, And this Peter was the one who was dedicated to be a witness of Christ. തന്റെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നത് കണ്ട പത്രോസ്, And this is the Peter who was able to see that his Lord Jesus going back to heaven. ശക്തിയോടെ യെരുശലേമിൽ വന്നു നിന്ന പത്രോസ്, And this same Peter who comes to Jerusalem with great energy. പെന്തക്കോസ്ത് നാളിൽ ആത്മശക്തിയോടെ പ്രസംഗിച്ച പത്രോസ്, And the Peter who was able to minister strongly on the day of Pentecost. ആത്മശക്തി പ്രാപിച്ച പത്രോസ്, And this Peter who was able to receive the power of the Spirit. അന്യഭാഷയിൽ ആമേൻ ആരാധിച്ച പത്രോസ്, And this Peter who was able to speak in tongues. സഭയുടെ ഇനോഗ്രേഷൻ നടത്തിയ പത്രോസ്, And a Peter who was able to do the inauguration of the church. സഭയെ ശക്തിയോടെ ഉണർത്തിയ പത്രോസ്, And this Peter who was able to revive the church. യേശുവിന്റെ ആമേൻ വാഗ്ദത്തമായ സുവിശേഷീകരണത്തിന് ആമേൻ ശക്തമായി സാക്ഷ്യം വഹിച്ച പത്രോസ്, And this Peter who was a witness of evangelization. ആമേൻ തടവിലാക്കപ്പെട്ട പത്രോസ്, And this Peter who was imprisoned. ആമേൻ ദൈവത്തിന്റെ പ്രത്യേക ഇന്റർവെൻഷനിൽ തടവിൽ നിന്ന് വിടുവിക്കപ്പെട്ട And പത്രോസ്, this Peter who was delivered by the great intervention of God. സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ പത്രോസ്, This Peter who came and testified. ഈ പീറ്ററിനെ പിന്നെ കാണാനില്ല. And now you do not see this Peter anymore. പതിനഞ്ചാം അധ്യായത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ യെരുശലേം സഭയിൽ ഉണ്ടായപ്പോൾ അവിടെ പ്രശ്നത്തിന് പരിഹാരകനായി പത്രോസ് അവിടെ വരുന്നതായി നമുക്ക് മാത്രം In കാണാം. chapter 15 we see Peter comes to resolve certain conflicts that you see in the church. അവർക്ക് തർജ്ജനവും ഉപദേശവും ഒക്കെ കൊടുത്തതായി നമുക്കറിയാം. And there we see that he was able to give them guidance and പിന്നെ നാം translation. പത്രോസിനെ മറ്റൊരിടത്തും കാണുന്നില്ല. And then after that we do not see Peter anywhere ഒരു else. വലിയ വിടവാങ്ങലായിരുന്നത്. And that was a great departure. ഇത് സഭയുടെ ചരിത്രത്തിന്റെ പ്രത്യേകതയാണ്. This is the peculiarity of the church of God and the story of the church of ഞാൻ God. ഒന്നുകൂടെ പറയുന്നു, ഇത് സഭയുടെ ചരിത്രത്തിന്റെ പ്രത്യേകതയാണ്. This is the peculiarity of the history of church of ചില God. കാലഘട്ടത്തിലേക്ക് ദൈവം ചിലരെ ഉപയോഗിക്കും. The Lord will assign certain people to be used for certain time. ദൈവം അഭിഷേകം ചെയ്ത് സഭയുടെ ഉന്നമനത്തിനായി ദൈവം ചിലരെ ഉപയോഗിക്കും. The Lord will anoint certain people to be used for the growth of the church for അതിന്റെ certain അർത്ഥം time. പറഞ്ഞാൽ ദൈവത്തിന് വ്യക്തികളല്ല പ്രാധാന്യം. ദൈവത്തിന് വ്യക്തികളെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, ദൈവം ഉപയോഗിക്കുക തന്നെ ചെയ്യും. പക്ഷെ വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം സഭയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. And so with this we understand that the Lord does not give importance to the individuals who are being used, but it is about the growth of the church that the Lord has more concern about. ഓരോ കാലഘട്ടത്തിൽ സഭയെ നിയന്ത്രിപ്പാൻ നടത്തിപ്പാൻ ദൈവം ആമേൻ നേതൃത്വത്തെ കണ്ടിട്ടുണ്ട്. For every span of time there is a leadership and there is a group of authorities those will come to lead the church. വെച്ചിട്ടുണ്ട് അവരെ. The Lord has assigned them. അവരെ അഭിഷേകം ചെയ്താക്കി And വെച്ചിരിക്കുക. the Lord has anointed them for this ministry. പക്ഷേ അതിന് ഒരു കാലഘട്ടമുണ്ട്. But there is a time span to it. അവരുടെ കാലം കൊണ്ട്, പാസ്റ്ററുടെ കാലം കൊണ്ട് സഭ തീരുന്നില്ല. And because of them or the time that they are in the church, the story of the church does not end. ദൈവസഭയ്ക്ക് വില കൊടുത്ത ദൈവത്തിൻ്റെ പ്രത്യേകത, അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ ദൈവം കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ നേതൃത്വത്തിലേക്ക് ആളുകളെ കൊണ്ടുവരും. And the peculiarity of our Lord is that it is the Lord's church and he will bring group of authorities for different time അങ്ങനെയാണ് spans to lead നമ്മൾ the ഇന്ന് church. ഈ ആലയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. And that is why we also serve the Lord in ആരാ this ഇതിന്റെ church. ഫൗണ്ടറിന് പോലും ചൊവ്വേന്നേരം നമുക്കറിയത്തില്ല. We do not know who is the founder of this church. പക്ഷെ ഇന്ന് നമ്മെ ദൈവം ഇതിനകത്താക്കി വെച്ചിരിക്കുകയാണ്. But today the Lord has anointed us to be നമ്മെ here in this ഈ church. ആലയത്തിന്റെ തൂണുകളാക്കി വെച്ചിരിക്കുകയാണ്. And the Lord has kept us as pillars of this church. Praise the Lord. Amen. ചരിത്രകാരന്മാർ പറയുന്നത് പത്രോസ് ക്രിസ്തീയ ചരിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് താൻ മാറിപ്പോയി, അല്ലെങ്കിൽ
ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് പോയെന്നല്ല, ആ ചരിത്രത്തിൻ്റെ ഉള്ളിലേക്ക് താൻ പ്രവേശിച്ചു. പിന്നെ തന്നെ കുറിച്ച് ആർക്കും അറിയത്തില്ല. Historians say that Peter was no longer found in the Christian history after this incident. ചില ചരിത്രരേഖകൾ പറയുന്നു പത്രോസ് രക്തസാക്ഷിയായി മാറിയത്. And some historical even say that he became a അവനെ martyr. തലകീഴായി ക്രൂശിച്ചു എന്ന ചരിത്രരേഖകൾ മാത്രമാണ് ഇന്നുള്ളത്. And there are storylines that he was crucified upside down. അപ്പോസ്തലനായ പൗലോസിനെയാണ് തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. And after that we see Apostle Paul. പൗലോസിനെയാണ് ദൈവം സഭയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത്. And then he comes to the leadership. തന്റെ മിഷണറി യാത്രകളാണ് തുടർന്നുള്ള അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. And then we continue to see the missionary journey of Paul. പത്രോസിന്റെ വരവും ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവം നേരിട്ട് ഇന്റർവെൻഷൻ നടത്തിയതിന്റെ അന്ന് മുതൽ പത്രോസ് തടവ് ആകുന്നത് വരെ, വിട വാങ്ങുന്നത് വരെ സഭയുടെ എല്ലാ പൾസും അറിഞ്ഞ് പരിശുദ്ധാത്മാ നിയോഗത്തിൽ സഭയെ നയിച്ചവനായിരുന്നു പത്രോസ്. And here we see that Peter was a man of God who knew the Lord and he knew how to lead the people, and the Lord used him. Until there we see about him in this chapter. സഭയുടെ ബർത്ത് മുതൽ സഭയുടെ സുവിശേഷീകരണത്തിന് ആർജവത്തോടെ സഭയ്ക്ക് നേതൃത്വം കൊടുത്തവനായിരുന്നു പത്രോസ്. And Peter was a man who was there from the birth of the church, and he was able to be there to lead the church until സഭയുടെ now. ചരിത്രത്തിൽ ആർക്കും മറക്കാനാകാത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി, ചരിത്ര പുരുഷനായി പത്രോസ് മാറുവാനായിട്ട്. And in the history of church he becomes an important person and he has an important role. ആമേൻ. സഭയുടെ ഫൗണ്ടേഷനിൽ ആമേൻ മറ്റ് അപ്പോസ്തലന്മാർക്കായി തന്റെ വേല ഏൽപ്പിച്ചു കൊടുത്ത മഹത്വവാനായ ഒരു അപ്പോസ്തലനായിരുന്നു പത്രോസ്. And here we see that Apostle Peter was a man who was able to assign his ministry to different other apostles. ഒരു പെൺകൊച്ചിന്റെ മുമ്പിൽ നിന്ന് വിറച്ച് ആമേൻ യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആമേൻ ശക്തിയോടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിപ്പാൻ തക്കവണ്ണം കരുത്തുള്ളവനായി മാറിയതാണ് പത്രോസിന്റെ അനുഭവം എന്ന് And we പറയുന്നത്. see the history of Peter, that he was a man who betrayed Jesus, and here we see that the Lord uses him to proclaim the word of the Lord to many. തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് തടവിലാക്കിയ ഹെരോദിന്റെയും യഹൂദന്മാരുടെയും മുമ്പിൽ തളരാതെ തള്ളിപ്പറയാതെ നിന്നവനാണ് അപ്പോസ്തലനായ And this പത്രോസ്. Apostle Peter is a man who did not say anything against the Lord or betray the Lord Jesus, even when he knew that he is going to be killed by പത്രോസിന്റെ the King Herod. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായി ഒന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്ത. Let's thank God for the miraculous life of Peter. Amen. 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. I would like to conclude my message in the യാക്കോബിനെ next ഇവിടെ 5 minutes. പ്രതിപാദിക്കുമ്പോൾ പീറ്ററിന് ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്, തൻ്റെ മിനിസ്ട്രി ഇവിടെ തീരുകയാണെന്നും അത് മറ്റുള്ളവരിലേക്ക് അത് ലീഡർഷിപ്പ് കൊടുക്കണമെന്നും. And here when Peter assigns James to know about what has happened, he understands that now it is the time for him to pass on his ministry to the next apostle. ആ ലീഡർഷിപ്പിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം ഒരുപക്ഷെ ഈ വാക്യത്തിൽ ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നത്. And maybe in order for us to understand that he recognizes that the next person should take the ministry, it is mentioned in this manner. ചില ആളുകൾ പറയുന്നുണ്ട് താൻ ഇവിടെ നിന്ന് റോമിലേക്ക് പോയി എന്ന്. And some people say that from here he journeyed to Rome. അവിടെ റോമിൽ താൻ വന്നിട്ട് സഭയുടെ ആദ്യത്തെ പോപ്പായി മാറി എന്ന് ചരിത്രം പറയുന്നു. And his history says that he became the pope after he came to Rome. ഒരു പൊതുവായ വിശ്വാസം അങ്ങനെയാണ്. And that is a common belief. ആമേൻ. ദൈവം പത്രോസിനെ ശക്തമായി ഉപയോഗിപ്പാനായിട്ടിടേ. But we know that Peter was continuously used by the Lord. എന്നാൽ എൻ്റെ അടുത്ത ഒരു ചോദ്യം, But there is one question I have. പീറ്റർ ഈ തൻ്റെ ഈ ശുശ്രൂഷ, നമ്മുടെ ഭാഷയിൽ ഇംപാർട്ടേഷൻ എന്നൊക്കെ പറയുന്നത്, ഈ ശുശ്രൂഷ അങ്ങോട്ട് ഏൽപ്പിച്ച ആ വ്യക്തി യാക്കോബ് ആരാ? And now my next question is, when Peter assigned or imparted his ministry to James, who is this James? 2 യാക്കോബുമാരെ നമുക്ക് കാണാൻ കഴിയുന്നു. We know 2 Jameses. ഒന്ന് 12:2 നമ്മൾ കണ്ട റെക്കോർഡ് ചെയ്യപ്പെട്ട ജെയിംസ് സെബദിപുത്രന്മാരിൽ ഒരുവനായിരുന്നു. And here we see the James, brother of John, who was the son of Zebedee, who died in Acts chapter 12 verses 2. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ആൻസർ പറഞ്ഞ സെബദിപുത്രന്മാരുടെ പിതാവിന്റെ പേരെന്തുവായിരുന്നു? യോഹന്നാന്റെ സഹോദരനായിരുന്നു ആ ജെയിംസ്. 12-ാം അധ്യായത്തിൽ ആ മരിച്ച ആമൻ രക്തസാക്ഷിയായ
James. So that James who became a martyr, he was the brother of John. 12 യഥാർത്ഥ അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു അദ്ദേഹം. And he was one of the 12 apostles. താൻ വാളിനാൽ കൊല്ലപ്പെട്ടു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. And we know that he was killed. കഴുത്തറുത്തു കൊന്നു എന്നാണ് അറിയപ്പെടുന്നത്. And it says that he was slain beheaded. ഹെരോദാവ് അഗ്രിപ്പ അവനെ കൊന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. And we know that it was Herod Agrippa who killed him. രക്തസാക്ഷിയായി തീർന്ന ഒരു അപ്പോസ്തലനായിരുന്നു ആ യാക്കോബ്. And so this apostle James was a person who became a martyr. ഫസ്റ്റിൽ നമ്മൾ കണ്ട ജെയിംസ്. Yeah. രണ്ടാമത് കണ്ട ഈ ജെയിംസ് 12:17 പറയുന്ന യാക്കോബ് ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? Do you know who is this James that is mentioned about in 12 verses 17? യെസ്, യേശുവിൻ്റെ ഹാഫ് ബ്രദർ, സഹോദരനായിരുന്നു ഈ ജെയിംസ്. This James was the half brother of Jesus. യെരുശലേമിൽ സഭയുടെ ലീഡറായിരുന്നു. He was the leader of the church in Jerusalem. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഓവർസിയർ ആയിരുന്നു. In today's language, we could say that he was the overseer. 62 AD താൻ രക്തസാക്ഷിയായി തീർന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. And the history teaches us that in AD 62 he also became a ഇത് martyr. രണ്ടും പറയുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് പോകണം. There is a reason why I'm mentioning this. മരിക്കുന്നത് വരെ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നുവെന്ന് ഒരു കൂട്ടം സ്കോളേഴ്സ് പറയുന്നുണ്ട്. Some scholars say that he was killed to death by stoning. എന്നാൽ മറ്റൊരു കൂട്ടം സ്കോളേഴ്സ് പറയുന്നത് അല്ല, ഒരു ടെമ്പിളിന്റെ പിന്നക്കിൽ മുമ്പിൽ കൊണ്ടുപോയി തള്ളിയിട്ട് AD 69 അദ്ദേഹത്തെ കൊന്നു എന്നാണ് അറിയുന്നത്. And other historians say that he was killed in AD 69 by throwing him down the hill. AD 62 തന്നെ കൊന്നുവെന്നും AD 69 തള്ളിയിട്ടെന്നും രണ്ടും ചരിത്രരേഖകൾ പറയും. So there are two stories that speak about his death in AD 62 and AD 69. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ, അതല്ല എൻ്റെ പ്രത്യേകത. That I just mentioned it, but that is not the peculiarity. എന്താണ് ഈ യാക്കോബിന്റെ പ്രത്യേകത എന്ന് ഓർത്താൽ, when you ask me what is the peculiarity of this James, യാക്കോബിനെ കുറിച്ച് അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. And the one thing that we know about this James is that he was a prayerful man. Galatians chapter 2 verse 9 വായിച്ചാൽ യെരുശലേമിൽ സഭയുടെ ഒരു തൂണായിരുന്നു യാക്കോബ് എന്ന് നമുക്ക് അവിടെ കാണുവാനായി കഴിയും. And if we read Galatians chapter 2 verses 9, we see that this James was a man who was a pillar for the church of Jerusalem. പൗലോസും ബർന്നബാസും യെരുശലേമിൽ ചെന്നപ്പോൾ 3 സഹോദരന്മാരെ കണ്ടു, അവർ സഭയുടെ തൂണായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. And here we see that when Paul and Barnabas, when they went to this church, they were able to see 3 men who were the pillar of the church. സത്യത്തിൽ നമുക്കവിടെ പില്ലർ എന്ന് പറയുമ്പോൾ 3 പേരുണ്ട്, പില്ലേഴ്സ് എന്ന് പറയേണ്ടതാ. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വേർഡ് പില്ലർ, തൂണായിരുന്നു എന്നാണ്. And since there are 3 people, we would have thought that it would be pillars that is mentioned, but it says pillar. കാരണം എന്തെന്നറിയാമോ? Do you know the reason? അവിടെ കാണാൻ കഴിയുന്നത് അവരുടെ ഐക്യതയെ കുറിച്ച് പറയുകയായിരുന്നു. And the reason why it is mentioned so is because it shows the unity of this people. പിന്നീടുള്ള എല്ലാ പേരുകൾ വരുമ്പോഴും പത്രോസിന്റെ പേരിന്റെ മുമ്പിലാണ് യാക്കോബ് എന്ന് പറയുന്ന ഈ പേര് നമുക്ക് കാണുവാനായി കഴിയും. And as we see the verses ahead of this, we see James's name mentioned before Paul. അതിന്റെ അർത്ഥം പീറ്റർ, ബിഫോർ പീറ്റർ. അതിന്റെ അർത്ഥം പറഞ്ഞാൽ ആമേൻ, പത്രോസിനെ പോലെ തന്നെ സ്പിരിച്വൽ സ്റ്റാൻഡേർഡിൽ നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു യാക്കോബ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. And the meaning of this is that this James also was able to keep the same spiritual standard like Peter. ദൈവം ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നെങ്കിൽ, if the Lord anoints a certain person, അവന്റെ മുഖമല്ല നോക്കുന്നേ, the Lord does not look at his face. അവന്റെ പൊക്കമല്ല നോക്കുന്നേ, the Lord does not look at his height. അവന്റെ കഴിവല്ല നോക്കുന്നേ, the Lord does not look at his അവന്റെ merits. സൗന്ദര്യമല്ല നോക്കുന്നേ, the Lord does not look at his beauty. അവന്റെ വിദ്യാഭ്യാസമല്ല നോക്കുന്നേ, the Lord does not look at his education. ദൈവം നോക്കുന്നത് പ്രാർത്ഥനാ ജീവിതമുള്ള ചിലരെ ദൈവം നോക്കുകയാ. the Lord is looking for people who has a prayerful life. താൻ വലിയൊരു ശക്തനായ പ്രസംഗകനൊന്നുമല്ലായിരുന്നു. He was not a great preacher. അങ്ങനെ ഒരു ലിസ്റ്റിൽ അവന്റെ പേരില്ല. And he is not among the list of good preachers. പക്ഷേ തന്റെ പ്രാർത്ഥനാ സ്വാധീനത്തെ കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. But the scripture teaches us about the influence of his prayer. ആയിരക്കണക്കിന് ദൈവമക്കളുള്ള ഒരു സഭയിൽ തന്നെ ലീഡറാക്കി മാറ്റാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ യാക്കോബ് പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്നവനായിരുന്നത് കൊണ്ട്. And if you ask me what was the reason for him to become the leader of that church, is because he was a prayerful എന്റെ ഒരു man. സുഹൃത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേൾപ്പാനിടയായി. ലോകത്തിൽ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, എന്നാൽ യാക്കോബിനെ കുറിച്ച് ഉള്ള പറയാൻ കഴിയുന്നത് അവൻ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. And one of my friends he had ministered like this, that there are so many influencers we know, but through James's prayer he was able to make an ഇന്ന് പകൽ influence. ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, To the children of God who are present here today, മറ്റെല്ലാറ്റിൽ നിന്നും നമുക്ക് ഇൻഫ്ലുവൻസർ ആകുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനയിൽ നമുക്കൊന്ന് ഇൻഫ്ലുവൻസർ ആകാൻ ഇടയായി തീരട്ടെ. let us not be influenced by any other things more than how much we are influenced by prayer. AD 62 69 ഈ മനുഷ്യൻ കൊല്ലപ്പെടുവാനിടയായി. We know that he was killed either in AD 62 or 69. 62 കൊല്ലപ്പെട്ടതെങ്കിൽ അടുത്ത 8 വർഷം കഴിയുമ്പോൾ, If he was killed in AD 62 after 8 years, അല്ലെങ്കിൽ 69 ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ, or if it was in AD 69 after a decade, നമുക്കറിയാം യെരൂശലേം നശിക്കപ്പെടുകയാ. we know that Jerusalem was destroyed. താൻ മരിച്ച അടുത്ത വർഷം ആ സംഭവം സംഭവിക്കുന്നു. And it is after his death, the next year, that it happens. ആ യെരൂശലേം പിടിക്കപ്പെടുന്നു. Will Jerusalem be അത് captured? ശൂന്യമാക്കപ്പെടുന്നു. Will it be made void? യേശുക്രിസ്തുവിന്റെ പ്രവചനം നിവർത്തിക്കപ്പെടുന്നു. Will the prophecy of Jesus Christ be fulfilled? അന്നുണ്ടായിരുന്ന ജൂയിഷ് ലീഡേഴ്സ് പറഞ്ഞ ഒരു ചരിത്രകരമായ പ്രസ്താവനയുണ്ട്. And there is a great saying that the Jewish leaders mentioned them. അവരെല്ലാം യാക്കോബിനെ ഓർത്തു എന്ന് എഴുതി And വെച്ചിരിക്കുന്നു. it says that they all remembered James. അവർ പറഞ്ഞു, They said, യാക്കോബിനെ കൊന്നതുകൊണ്ട് യെരൂശലേം നശിപ്പിക്കപ്പെട്ടെന്ന്. because James was killed, Jerusalem was destroyed. അവരിങ്ങനെ പറഞ്ഞു, This is how they said. യാക്കോബ് ഉണ്ടായിരുന്നെങ്കിൽ യെരൂശലേം If തകരുകയില്ലായിരുന്നുവെന്ന്. James was alive, Jerusalem would not have been കാരണം destroyed. പ്രാർത്ഥിക്കുന്ന യാക്കോബിന്റെ ആമേൻ ആ ചലനാത്മകമായ പ്രാർത്ഥന അതിനെ തടയുമായിരുന്നുവെന്ന്. The reason for it is that if James was there, he would have prayed and it would not lead to the അവന്റെ destruction of പ്രാർത്ഥന James. ഇല്ലാത്തതുകൊണ്ട് Jerusalem. യെരൂശലേം തകരപ്പെട്ടെന്ന്. And because of the absence of his prayer, that was the reason for the destruction of Jerusalem. അതിനകത്ത് ഒരു ചരിത്രകരമായ കാര്യം, ഒരു വസ്തുതയുണ്ട്. There is a historical event in between this. ദൈവഭക്തന്റെ പ്രാർത്ഥന മുഖാന്തിരം വിടുവിക്കപ്പെട്ട ദൈവം തീരുമാനം മാറ്റിയ ഒത്തിരി ചരിത്ര സംഭവങ്ങളുണ്ട്. There are many historical events that we know that has been changed by the influence of the prayer of prayerful men. അബ്രഹാമിന്റെ കാലം മുതൽ അതിന്റെ മറുപടിയുണ്ട്. And there are answers from Abraham's time. മോശയുടെ കാലത്ത് അതിന്റെ മറുപടിയുണ്ട്. We have seen answers in Moses' time. ഏലിയാവിന്റെ കാലത്ത് അതിന്റെ മറുപടിയുണ്ട്. There was answers in Elijah's time. യേശുവിന്റെ കാലത്ത് അതിന്റെ മറുപടിയുണ്ട്. There were answers in Jesus' time. അങ്ങനെങ്കിൽ ഒരു പ്രാർത്ഥന മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തിന് തന്റെ പ്രവൃത്തി പോലും മാറ്റി ചരിത്രം ഇതിനകത്തുണ്ടെങ്കിൽ, And if it's the same manner, and if the Lord has changed his work because of the influence of a ഒരു prayerful വസ്തുത ഞാൻ man, വിളിച്ചു പറയട്ടെ. there is a fact that I would like to say. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതെല്ലാം മറികടന്നു പോകാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് The കഴിയത്തില്ല. Lord cannot cross the prayer of a prayerful person. Hallelujah. Amen. Amen. Glory to God. അതാ പട്ടണത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി യാക്കോബിനെ നാം മനസ്സിലാക്കുന്നു. And we see that this Peter has become a blessing, and his prayer has been a blessing for this place. അത്രത്തോളം ഇൻഫ്ലുവൻസ് തനിക്ക് അവിടെ ചെയ്തെടുക്കാൻ And പറ്റി. that much of an influence he had in that place. ഗോസ്പലിലോ അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിലോ അതിന്റെ ആരംഭ ഭാഗങ്ങളിലോ ഈ ജെയിംസിനെ കാണാനില്ല. We don't see this James in Gospels or in the beginning of Acts. നമുക്കറിയാം യേശുവിന്റെ അർത്ഥ സഹോദരനായിരുന്നു ഈ ജെയിംസ്. We know this James is the half brother of Jesus. കാരണം ചരിത്രകാരന്മാർ പറയുന്നു ഇവനെ ഈ യാക്കോബിനെ ഗോസ്പൽസിനകത്തോ അപ്പോസ്തല പ്രവൃത്തികളുടെ പ്രാരംഭ പുസ്തകങ്ങളിലൊന്നും കാണാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ കാലത്ത് യേശുവിനെ വിശ്വസിക്കാതിരുന്ന പിൻപറ്റാതിരുന്ന ഒരു സഹോദരനായിരുന്നു യാക്കോബ്. And historians say that this James was not mentioned in the Gospels or in the beginning of Acts because he was a person who did not follow Jesus during the beginning of his time. യേശുവിൻ്റെ
വീര്യപ്രവർത്തികളിലൊന്നും വിശ്വസിക്കാത്തവനായിരുന്നു ഈ സഹോദരൻ. And this James was a man who did not believe in the work of Jesus. സ്വന്തം സഹോദരനെ വിശ്വസിച്ചില്ലെന്ന്. It says that this brother, he was not able to believe his own യേശുവിന്റെ brother. അത്ഭുതങ്ങളിലും അടയാളങ്ങളും വീര്യപ്രവർത്തികളിലും താൻ വിശ്വസിച്ചില്ല. He did not believe in the miraculous acts of the Lord. യേശുവിന്റെ പ്രസംഗത്തിൽ താൻ വിശ്വസിച്ചില്ല. He did not believe in the preaching of the Lord. ഒരേ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവന് തന്റെ സ്വന്തം സഹോദരന്റെ പ്രസംഗത്തിൽ ഇഷ്ടപ്പെട്ടില്ല. Though they were from the same family, he did not like the preaching of his brother. എന്നാൽ ഒരു ദിവസം, But one day, യേശു കർത്താവിന്റെ ഉയർപ്പിന്റെ അന്ന്, during the day of the resurrection of Jesus, ഉയർത്തെഴുന്നേറ്റ ശരീരത്തെ കണ്ടപ്പോൾ, when he saw the resurrected body of Jesus, യേശുവിനെ കണ്ട മാത്രയിൽ യാക്കോബ് യേശുവിൽ വിശ്വസിച്ചു എന്ന and ചരിത്രം. that moment that he saw the resurrected Jesus, he believed in the Lord Jesus. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Amen. ഈ നാളുകളായി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. You have been praying for so many people for many years. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ യാക്കോബിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. That is why I mentioned that I have to say certain things about James. അന്ന് മുതൽ അവൻ കർത്താവിന്റെ സാക്ഷിയായി മാറി. And from then on he became a witness of Jesus. അന്ന് മുതൽ, And from that day അവൻ എഴുതാൻ തുടങ്ങി. he began to write. അന്ന് മുതൽ അവൻ യെരൂശലേമിന്റെ ലീഡർഷിപ്പിലേക്ക് എത്താൻ തുടങ്ങി. And from that day he became in the leadership of അവൻ ഒരു ഓവർസിയറായി മാറി. And he became an overseer. പോരാ, And that was not enough. ഈ ലേഖനത്തിനകത്ത് ഒരു ജനറൽ എപ്പിസലായി തന്റെ ഒരു എഴുത്തിനകത്ത് ചേർത്ത് വെക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സലിവ് തോന്നി. യാക്കോബിന്റെ ലേഖനം എന്നറിയപ്പെടുന്നു. And then we also have an epistle that talks about him, and it's about what he has written, and the Lord had granted him the blessing to be യാക്കോബിന്റെ there. ലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? Do you know how the the book of James എന്റെ began? സഹോദരനായ എന്നല്ല, പിന്നെന്താ എഴുതിയിരിക്കുന്നേ? യാക്കോബ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ? What do we see in James chapter 1 verses 1? ദാസനായ യാക്കോബ്. James, a bond servant of God. വേണമെങ്കിൽ തനിക്ക് എഴുതരുതായിരുന്നോ എന്റെ സ്വന്തം സഹോദരനാണ് യേശു സഹോദരനായ ഞാനെന്ന്? He could have written that I am the brother of Jesus Christ. അന്ന് മുതൽ യേശുവിന്റെ ദാസനായി മാറി. But from that day onwards he became a bond servant of the Lord അനുഗ്രഹിക്കപ്പെട്ട Jesus. എപ്പിസൽ നമുക്ക് തന്നു. And he gave us a blessed ഒരു epistle. പാസ്റ്ററായി നിന്നുകൊണ്ട് ഒരു പാസ്റ്ററൽ എപ്പിസൽ പോലെ എഴുതി ദൈവസഭയ്ക്ക് കൊടുത്തു. And he was able to write this as a pastoral epistle for the church. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കും. Can we all rise? എപ്പോഴാ ദൈവം നമ്മെ ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ല. We do not know when the Lord is going to use നമ്മൾ പറയും us. നമുക്ക് കഴിവില്ല എന്ന്. We might say that we do not have all the gifts for to ചിലർ do പറയുന്നത് this. കേട്ടിട്ടുണ്ട് കർത്താവിന്റെ ദാസന് എനിക്ക് വലിയ കൃപയൊന്നുമില്ലെന്ന്. So I've heard people say that I do not have the talent to do this. ദൈവത്തിനൊരു സമയം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. But the Lord has anointed you a time. ആള് മാറിയവരെ പോലെ ദൈവത്തിന് വേണ്ടി ശോഭിപ്പാൻ. And you will be used as a different person for the ദൈവത്തിന്റെ Lord. പ്രത്യേക ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാ. And the Lord will bring you to his ministry in a different form. ആമേൻ. കർത്താവിന്റെ സമയത്തിനായി കാത്തിരിക്കുമോ? Are you ready to wait for the time of the Lord? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. The Lord will work for നിന്റെ you. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. The Lord will answer your prayers. പ്രാർത്ഥിക്കുന്നവനായി, You have to be a prayerful person. പ്രാർത്ഥിക്കുന്നവളായി You have to be a prayerful woman. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ May the Lord enable us to stand for the name of the Lord. എത്ര പേർ തയ്യാറാണ്? How many of us are ready for it? കർത്താവേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. Lord, use me. എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. Lord, use ഈ me. കാലഘട്ടത്തിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. In this time, oh Lord, you use me അങ്ങയുടെ ദാസനായി, to be a bond servant of അങ്ങയുടെ yours, ദാസിയായി, to be a bond servant of ദൈവസഭയ്ക്ക് yours, അനുഗ്രഹമായി, to be a blessing for my ദൈവനാമത്തിന് church, മഹത്വമായി to be a glory to the Lord. എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. Use me, O Lord. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ How many കഴിയും? of us can pray? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless us. ഷാജു.